എടോ റഫീഖേ, സർ. മരിച്ചുപോയ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് പണം സമ്പാദിക്കുന്നത് സിനിമയിലാ കണ്ടിട്ടുള്ളത്. മരിച്ചുപോയ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്ത സ്കൂളിന്റെ പേരെന്താടോ? ആ എക്സ്ട്രാ ഓർഡിനറി അഡ്മിസസ് ആരാണ്? ഹായ് മാം, ഐ എം കരീം, 210 CI. ഹലോ സർ. CI കേശവന്റെ മകളെ പറ്റി ഈ സ്കൂളിലാണ് പഠിക്കുന്നത് സർ. കുട്ടിയൊന്ന് കാണാൻ പറ്റുമോ? ആ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല സർ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഒന്ന് വേണമല്ലോ. ഇന്നലെ വന്നിരുന്നു സർ. ആ കുട്ടിക്ക് കർലി ഹെയർ ആണോ സിൽക്കി ഹെയർ ആണോ? കേർലി ഹെയർ സർ. ഈ കുട്ടി എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് സർ. നിങ്ങളുടെ മോളാണോ? കേശവന്റെ മോളാ. ഈ കുട്ടി മരിച്ചുപോയി 6 മാസമായി. മരിച്ചുപോയ ഒരു കുട്ടിക്ക് നിങ്ങളെങ്ങനെ അഡ്മിഷൻ കൊടുത്തത്? എങ്ങനെ ആ കുട്ടിയെ പഠിപ്പിക്കുന്നെന്ന്? ആ കുട്ടി ഇല്ല സർ. CA കേശവൻ സാറ് ഭാര്യയോടൊപ്പം കുഞ്ഞിന്റെ അഡ്മിഷൻ വേണ്ടി വന്നിരുന്നു സർ. അപ്പോൾ അവരുടെ കൂടെ കുഞ്ഞുണ്ടായിരുന്നില്ല സർ. നമസ്കാരം. നമസ്കാരം. അവർ രണ്ടുപേരും കുട്ടി കൂടെ ഉള്ളതുപോലെയാണ് പെരുമാറിയത്. ഹെഡ് മിസ്ട്രസിനോട് ഹായ് പറഞ്ഞേ. അന്ന് CA സർ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്. അത് കണ്ടിട്ട് എനിക്ക് പേടി തോന്നി. അതുകൊണ്ട് ഞാനും അവിടെ കുട്ടിയുള്ളതുപോലെ അഭിനയിച്ചു. ഹായ്. കുട്ടിയെ ഡെയിലി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വരും. പക്ഷെ കൂടെ കുട്ടി ഉണ്ടാവില്ല സർ. വൈകുന്നേരം കുട്ടിയെ പിക്കപ്പ് ചെയ്യാൻ വരും. രണ്ടുപേരും കുട്ടി കൂടെ ഉള്ളതുപോലെയാണ് പെരുമാറുന്നത് സർ. കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കും, പക്ഷെ അത് താഴെ വീഴും സർ. അത് കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി. എന്താണ് സംഭവിച്ചെന്നറിയാൻ അദ്ദേഹത്തിന്റെ അമ്മായിച്ചനുമായിട്ട് ഞാൻ സംസാരിച്ചു. സർ, കുട്ടി കൂടെയില്ല, പക്ഷെ കുട്ടി ഉള്ളതുപോലെയാണ് മകളും മരുമകനും ബിഹേവ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കംപ്ലൈന്റ് ചെയ്യാമെന്ന കരുതിയിൽ അദ്ദേഹം CA അല്ലേ? അതുകൊണ്ടാണ് സാറിനോട് ചോദിച്ചത്. എന്റെ മോളും നല്ലവനായ എന്റെ മരുമകനും എന്റെ പേരക്കുട്ടിയും ഞങ്ങൾ എത്ര സന്തോഷത്തിലായി ജീവിച്ചെന്നറിയോ? ഇറങ്ങി മോളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. മോളെ ഇറങ്ങി, ഞാൻ പിന്നെ വരാം. എപ്പോ നോക്കിയാലും പണി. പോ ഡാഡി, ഞാൻ ഡാഡിയോട് മിണ്ടില്ല. മോളെ വാ, നമുക്ക് കളിക്കാം. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഡാൻസ് കളർ എന്തൊരു രസമാണല്ലോ. അങ്ങനെ ഡാൻസ് കളിക്കാം. കണ്ടോ മോളെ, ഇവള് വീണ്ടും അഭിനയം തുടങ്ങി. മോളെ 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 മോനെ മോളെ കൂടി നോക്കി. മോളെ കണ്ണു തുറക്ക് മോളെ. അവിടെ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടോ, അങ്ങോട്ട് കൊണ്ടോ. ഡോക്ടർ, എന്നെ മൂക്കെന്ത് ഡോക്ടർ നോക്ക്. അങ്ങോട്ട് വേഗം നോക്കണം, ധൈര്യമായിരിക്കും. കോൺജിനന്റൽ ഹാർട്ട് ഡിസീസ്. ഇത് വളരെ റയർ കേസാണ്. പെട്ടെന്ന് തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടി രക്ഷപ്പെട്ടെന്ന് വരില്ല. കരയല്ലേ? നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. എനിക്കറിയാവുന്ന ഹാർട്ട് ഡോണേഴ്സ് ഒരുപാട് പേരുണ്ട്. ബൈ ഗോഡ്സ് ഗ്രേസ് നിങ്ങളുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട്. നിങ്ങളുടെ കുട്ടിയുടെ ഹൃദയമായിട്ട് ഈ കുട്ടിയുടെ ഹൃദയം നല്ലപോലെ മാച്ച് ആവുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. 3 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം.
നിങ്ങൾ ക്യാഷ് ഏർപ്പാട് ചെയ്തോളൂ. പോയിട്ട് വരാം. പോയിട്ട് വരാം, ആ സർ. ശരി സർ. പേഷ്യൻ്റ് നെയിം? മോളുടെ പേര് പൂജ. ഓക്കെ സർ. ഐ എം സോറി കേശവ്. എന്റെ മരുമോന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട്. മോള് മരിച്ചിട്ടും അവള് ജീവനോടെ ഉണ്ടെന്ന് അവൻ വിചാരിച്ചിരിക്കുന്നത്. മോള് ജീവനോടെ ഇല്ലെന്നറിഞ്ഞ അവൻ ചത്തുപോകും. ദയവ് ചെയ്ത് അവനോട് പറയാതെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണേ പ്ലീസ്. ഇല്ലാത്തവരുണ്ടെന്ന് അവർ കരുതുക അല്ലേ? അതിന്റെ പേരെന്താ? ഹാലിസിനേഷൻ സർ. ഹാലിസിനേഷൻ, റൈറ്റ്. അച്ഛാ, ആ? കോഫി എടുത്തോണ്ട് വരാമോ? ആ, ആ. അനു, നീ 2 മിനിറ്റ് പുറത്തേക്ക്. എനിക്ക് അമ്മാവരോടൊന്ന് സംസാരിക്കണം. അമ്മായി അച്ഛനുമായിട്ട് അത്രയും വലിയ സീക്രട്ട് ഉണ്ടോ? ശരി, ഞാൻ പോവാം. അച്ഛാ, ഞാൻ സ്കൂളിൽ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. നോക്കി പോണേ മോളെ. ആ ശരി അച്ഛാ. അമ്മവാ. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിലെ സസ്പെക്ട് നിങ്ങളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ SP യുടെ ഓർഡർ ഉണ്ട്. സർ, 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 എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സർ, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ. സർ, സർ, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ? പ്ലീസ് സർ. സാറേ, സർ, ഇദ്ദേഹം ഒരു സാറേ. തെറ്റും ചെയ്തിട്ടില്ല സർ. മോനെ, കേൾക്ക് സർ. ഞാൻ പറയുന്നത് കേക്ക് സാറേ. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഇവിടുന്നാണ് ഹസീനി എന്ന കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. ആ കുട്ടി ആരാണെന്നറിയോ? എന്റെ മോളാ. എനിക്ക് ഈ ലോകത്ത് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാ. ഒന്ന് ഈ കാക്കി യൂണിഫോമും മറ്റൊന്ന് എന്റെ മോൾ ഹസീനയും. അവളെപ്പോഴും വളരെ സന്തോഷത്തോടെ കാണപ്പെട്ടു. മറ്റുള്ളവരെ അവൾ സന്തോഷിപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ച എന്റെ മോള് ജീവിതത്തിൽ എന്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് പോയി. എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയ എന്റെ മോള് തിരിച്ചു വന്നിട്ടേയില്ല. ഇവിടെ വെച്ച് ആരോ എന്റെ മോളെ മൃഗീയമായി കൊന്നിരിക്കുന്നു. കത്തി കൊണ്ട് കുത്തിക്കേറി അവിടെ ഹൃദയം എടുത്തിരിക്കുന്നു. ഞാനാണ് മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കി നിന്നെ ഇടിപ്പിച്ചത്. ഈ കേസ് ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി SP യുടെ പെർമിഷനോട് കൂടി 2 ടേൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോസ്റ്റിംഗ് വാങ്ങിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? സാർ, സാറിനെ കുട്ടി കൊന്നത് ഞാനല്ല സാർ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ആ കൊലയാളിയെ കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നെ വിശ്വസിക്കു സാർ, പ്ലീസ്. സാർ പ്ലീസ്, സാറിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
എന്നെ വിടെ. സാർ, സാർ വേണ്ട. ജീവനോടുള്ളപ്പോ ഹൃദയം അറുത്തെടുത്താൽ അതിന്റെ വേദന എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ. ഛേ